റോയ്ച്ചായ പള്ളി പെരുന്നാൾ നടത്തി ലക്ഷങ്ങൾ പൊട്ടിക്കാതെ ആ പണം ഉപയോഗിച്ച് ഒരു പാവപ്പെട്ടവന് വീട് വെച്ച് നൽകൂ എന്നൊരു ആഹ്വാനമാണ് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ നടത്തിയിരിക്കുന്നത്. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു ആഹ്വാനമല്ലേ ഇത്? തീർച്ചയായിട്ടും. കാരണം ഈ നമ്മുടെ നാട്ടിൽ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ്, ആചാരത്തിൻ്റെ പേര് പറഞ്ഞ്, പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന ആർഭാടങ്ങളുണ്ട്. ഇവർ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് എല്ലാ മതത്തിൽപ്പെട്ടവരും പറയുന്നത്. അതിനകത്ത് ആരും വ്യത്യസ്തരല്ല. എല്ലാവരും ഈ തരത്തിലുള്ള ആഡംബരങ്ങളും ആഭാസങ്ങളും കാണിക്കുന്നതിനകത്ത് ഒട്ടും പുറയിലല്ല. നമ്മൾ വലിയ പ്രബുദ്ധ കേരളം, സാക്ഷര കേരളം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിശ്വാസത്തിൻ്റെ എല്ലാത്തിനും ഒരു വിശ്വാസത്തിൻ്റെ ഒരു ബ്രാക്കറ്റ് ഇട്ടുകൊണ്ടാണ് ഇതെല്ലാം നടത്തുന്നത്. ആചാരം സംരക്ഷിച്ചില്ലെങ്കിൽ ഇവിടെ നാട് മുടിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സകല തട്ടിപ്പും സകല വൃത്തികേടും ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ മാറിച്ച് നമ്മുടെ ഈ നാട്ടിൽ ഒരുപാട് ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളെയും ഒക്കെ തന്നെ തിരസ്കരിച്ചുകൊണ്ടാണ് നമ്മുടെ നാട് ഈ വക പുരോഗതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അല്ലാതെ ഒരു ദിവസം കൊണ്ട് നടന്നതല്ല. ഈ നാട് നമ്മുടെ നാട്ടിലാണ് ഏറ്റവും വലിയ ഈ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് വലിയൊരു മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ച ഒരാളാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തെക്കാട്ടിലും മഹാനായ ഒരു വ്യക്തി സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത്തരത്തിൽ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഏറ്റവും മാതൃകാപരമായ നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ ജീവിതചര്യകളും ജീവിച്ച് കാണിക്കുകയൊക്കെ ചെയ്ത ഒരാളുടെ നാട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ആചാരത്തിൻ്റെ ചുറ്റും കിടന്ന് വട്ടം കറങ്ങുകയും അതിൻ്റെ പേരിൽ ഇതൊക്കെ നടക്കുന്നത്. ഇപ്പം ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം പറയാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഉണ്ടായ വെടിക്കെട്ട് അപകടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക ബാവ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഇത്തരത്തിലൊരു ആഹ്വാനം നടത്താനുണ്ടായ കാര്യം അത് നല്ല കാര്യം തന്നെ. അത് എല്ലാവരും അത് മാതൃകയാക്കണം. പക്ഷേ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ തൽക്കാലത്തേക്കുള്ള തൽക്കാലം ഇപ്പോൾ ഉണ്ടായതിനകത്തുനിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി പറഞ്ഞത് ആവാതിരിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. കാരണം ഇത് നമ്മൾ ഒരു വർഷം ഈ ആഘോഷങ്ങൾക്ക്, പെരുന്നാളുകൾ അല്ലെങ്കിൽ ഈ ഉത്സവങ്ങൾ, ഇതിൻ്റെ പേരിൽ എത്ര കോടി രൂപയാണ് നമ്മളിവിടെ പൊട്ടിച്ചു കളയുന്നത് എന്നുള്ളതാണ്. ഒരു പെരുന്നാൾ നടക്കുമ്പോഴത്തേക്ക് ഗതാഗത തടസ്സം ഉണ്ടാക്കി, അതേപോലെ തന്നെ ഉത്സവം നടക്കുമ്പോൾ ഗതാഗത തടസ്സം ഉണ്ടാക്കി, നാട്ടുകാരെ മുഴുവൻ ബുദ്ധിമുട്ടുണ്ടാക്കി, കുറേ വെടിയും പുകയൊക്കെ നടത്തിയിട്ട് പോവുകയാണ്. നിങ്ങളുടെ എല്ലാ മതങ്ങളിലും പറയുന്നതുകൊണ്ടാണ് അന്യനെ കരുതണം, നിന്റെ അയൽവാസിയെ നിങ്ങൾ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നിടത്താണ് ഇത്തരത്തിലുള്ള ധൂർത്ത് നടത്തിയിട്ട് ഇത് ദൈവത്തെ പ്രസാദിപ്പിക്കാനാണെന്ന് പറയുന്നത്. ഇന്ന് തന്നെ സങ്കടകരമായൊരു വാർത്തയാണ് ഇന്നത്തെ പത്രങ്ങളിലും ചാനലുകളിലും രാവിലെ. ചിറയൻകീഴിനടുത്ത് ഒരു 8 വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞ് പാമ്പ് കടിയേറ്റ് മരിച്ചു. അവരുടെ വീടിൻ്റെ പശ്ചാത്തലമൊക്കെ കാണിക്കുന്നുണ്ട്. അടച്ചുറപ്പുള്ളൊരു വീട് പോലുമല്ല, അത് ഒരു മുറി ഇല്ല. അങ്ങനെ കിടക്കുന്നൊരിടത്തേക്കാണ് പാമ്പ് എഴിഞ്ഞു വന്ന് ഈ കുഞ്ഞിനെ കടിച്ചിട്ട് പോയത്. അങ്ങനെ അതിദരിദ്രരായ ആൾക്കാർ താമസിക്കുന്ന ഈ നാട്ടിലാണ് നിങ്ങൾ വെടിക്കെട്ടിന് വേണ്ടിയും റാസയ്ക്ക് വേണ്ടിയും പെരുന്നാളിന് വേണ്ടിയും ഉത്സവത്തിന് വേണ്ടിയും നിങ്ങൾ കോടികൾ ചെലവാക്കുന്നത്. അതിന് പറയുന്ന ന്യായം എന്ന് പറയുന്നത് ദൈവപ്രീതിക്കായിട്ട് നടന്നു. ഇത് കണ്ടിട്ട് ഏത് ദൈവം പ്രീതിപ്പെട്ട് പ്രസാദിച്ച് എന്താണ് നാട് നൽകിയിരിക്കുന്നത്? ഇല്ലേ? ഇപ്പം തന്നെ ഈ വെടിക്കെട്ടുണ്ടായത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വെടിക്കെട്ടായിരുന്നു. അതിലാണ് ഇത്രയും പേര് മരിച്ചത്. അപ്പോൾ 10 വർഷം മുമ്പാണ് നമ്മുടെ നാട്ടിൽ 110 പേര് വേറൊരു ഉത്സവത്തിൻ്റെ ഭാഗമായി വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചത്. ഇതിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു അശ്ലീലമാണ്. ഈ അശ്ലീലം നിർത്താനായിട്ട് വരേണ്ടത് ആരാണ്? ഈ മത നേതാക്കൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സമൂഹ നേതാക്കൾ എന്ന് പറയുന്നവർ, അവരാണ് ഇതിന് മുൻകൈയിട്ട് ഇറങ്ങേണ്ടത്. ഇപ്പം ഈ ഓർത്തഡോക്സ് സഭയുടെ ബിഷപ്പ് സഭാ തലവൻ പറഞ്ഞത് നല്ല കാര്യം തന്നെ. അത് ഏറ്റെടുക്കാൻ എല്ലാവരും തയ്യാറാവണം. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഈ തരത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. ഇതുവരെ ആരും പറഞ്ഞൊന്നും കേട്ടില്ല. കാരണം അത് മാനസികമായി അംഗീകരിക്കാൻ കുറേ സമയം എടുക്കുമായിരിക്കാം. കാരണം ഈ ആഘോഷങ്ങളിൽ പെട്ടു നിൽക്കുന്ന ഒരു ജനതയായതുകൊണ്ട് ഇത്തരത്തിലൊരു മാറ്റം, ഇതുകൊണ്ട് എന്ത് പ്രയോജനം, മനുഷ്യന് എന്ത് പ്രയോജനം എന്ന് ചിന്തിക്കേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുകയാണ്. അല്ല, ഈ കാത്തോലിക്ക ബാബ പറഞ്ഞ ഈ ആശയത്തോട് നമ്മുടെ രാഷ്ട്രീയ കേരളവും ഒന്നും പ്രതികരിച്ചിട്ടില്ല. അല്ല, രാഷ്ട്രീയക്കാർക്ക് ഇത്തരം കാര്യങ്ങളുടെ അഭിപ്രായം പറയാൻ ഭയമാണ്. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ വോട്ട് ബാങ്കുകളാണ്. വോട്ട് ബാങ്കുകൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ള ഭയമാണ്. അത് വെട്ടിത്തുറന്ന് പറയാൻ അതിനുള്ള ധൈര്യമുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇല്ലാതെ പോകുന്നത്. ഇത് കാണിക്കുന്ന ആവാസമാണ്, ഇത് നിങ്ങൾ നിർത്തണം എന്നൊരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്കെതിരെ വലിയ ഈ പ്രതിഷേധങ്ങളൊക്കെ വന്നേക്കാം. പക്ഷേ ഇവഞ്ച്വലി നമ്മുടെ നാട്ടിൽ അത് സ്വീകരിക്കുന്ന ഒരു ഇതാണ്. കാരണം ആൾക്കാർ ഇതിനോട് പ്രതികരിച്ചേ മതിയാകുള്ളൂ. ഈ ബിഷപ്പ് പറഞ്ഞത് എന്താണ്? ഈ തുക ഉപയോഗിച്ച് നിങ്ങൾ പെരുന്നാളിന് പടക്കം പൊട്ടിച്ച് കളയുന്ന പൈസ, അല്ലെങ്കിൽ പെരുന്നാളിന് നിങ്ങൾ ആഘോഷം നടത്തുന്ന പാവപ്പെട്ടവന് വീട് വെച്ച് കൊടുക്കുക.
അതേപോലുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി പോകേണ്ടത്. ഞാൻ ഈ പറഞ്ഞത്, നിങ്ങൾ ഈ ആഘോഷങ്ങൾക്ക് പണം ചെലവാക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ചെറിയ കീഴ് കയറി കിടക്കാൻ ഒരു വീടില്ലാത്തൊരു വീട്ടിലൊരു കുഞ്ഞ് പാമ്പ് കടിയേറ്റ് മരിച്ചത് ഇല്ലേ? അത് നിങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്നതിൽ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയാത്ത ഏത് ദൈവത്തെ നിങ്ങൾ വിളിച്ചിട്ട് എന്താ കാര്യം? ദൈവത്തിന് മനുഷ്യന് വേണ്ടി നന്മ ചെയ്യാൻ കഴിയാതെ പിന്നെ ദൈവത്തിന് ഇതെല്ലാം കൂടെ പടക്കവും വെടിയും കൊണ്ട് കൊടുത്തിട്ട് എന്താ കാര്യം? ആർക്കാണ് അതുകൊണ്ട് ഗുണമുണ്ടാകുന്നത്? അപ്പോൾ ആ തരത്തിലേക്കാണ് മതസമുദായ നേതാക്കന്മാർ ചിന്തിക്കേണ്ടത്. ഉത്സവം നടത്തി പെരുന്നാൾ നടത്തിയിട്ടല്ല ദൈവത്തെ നിങ്ങൾ പ്രസാദം. മനുഷ്യന്റെ നന്മയെക്കുറിച്ച് ആലോചിക്കുക ഇല്ലേ? നിങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് മാർഗമില്ലാത്തവർ, ഒരു നേരത്തെ ഒരു കയറി കിടക്കാൻ ഒരു വീടില്ലാത്തവർ, ഇനി മഴക്കാലം വരികയാണ്. അവിടെ ഈ എത്രയോ പാവങ്ങളാണ് ഈ അവസ്ഥയിൽ കിടക്കുന്നത്. നിങ്ങൾ അവരെക്കുറിച്ച് എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? ഈ പടക്കം പൊട്ടിച്ച് കൊടുക്കുന്ന പൈസ നിങ്ങൾ സമാഹരിച്ച് എന്തുകൊണ്ട് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൂടാ? നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. കേരളത്തിൽ സർക്കാർ കടലാസിൽ മാത്രമാണ് അതിദരിദ്രർ ഇല്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. അതിദരിദ്രരുള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് കണ്ടത്. ഈ ചിറയൻകീഴ് സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തു നിന്ന് മാക്സിമം 35 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്താണ് ഈ അതിദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞ് പാമ്പ് കടിയേറ്റ് മരിച്ച. വീടില്ല. നിങ്ങളിവിടെ 4 ലക്ഷം 5 ലക്ഷം വീട് വെച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ വലിയ മേനി നടിക്കുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ ഇതേപോലുള്ള യാഥാർത്ഥ്യങ്ങൾ നിൽക്കുന്നത്. അപ്പം ഇത് കാണാതെ നിങ്ങൾ വടക്കം പൊട്ടിച്ചും പെരുന്നാൾ നടത്തി ഉത്സവം നടത്തിയിട്ട് ആരെ പ്രസാദിപ്പിക്കാനാണ്? ഈ ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക ബാബ പറഞ്ഞത് ഏറ്റെടുക്കാൻ കുറഞ്ഞ പക്ഷം അവരുടെ സഭയിൽ നിന്നെങ്കിലും മുന്നോട്ട് വരേണ്ടതാണ്. ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ സീസണാണ്. പല പേരുകളിലുള്ള പെരുന്നാൾ പലയിടത്തും നടക്കാൻ പോകുന്നത്. ഇനി ഇത്തരം പെരുന്നാളുകൾ വേണ്ടാന്ന് തീരുമാനിച്ചാൽ പോരെ? ആ പണം, അതിനുവേണ്ടി ചെലവാക്കുന്ന പണം സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഇവർ പറയട്ടെ. യേശുക്രിസ്തു പറഞ്ഞത് നിങ്ങൾ അനുസരിക്കുന്നവരാണെങ്കിൽ, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇത്തരം പരിപാടികൾ നിർത്തിയിട്ട് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് തയ്യാറാവുന്നത്. അല്ല, ഈ വിശ്വാസം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയ ഒരു വിഷയമാണ്. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കുക, അത് പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അത് വലിയ സംഭവം. വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അത് ഞാൻ അദ്ദേഹം പറഞ്ഞതിന്റെ പൊരുളാണ് മനസ്സിലാക്കേണ്ടത്. എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? നിങ്ങളിങ്ങനെ ആർഭാടങ്ങൾ നടത്തി നിങ്ങൾ ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് പകരം നിങ്ങൾ ദുരിതത്തിലും കഷ്ടപ്പാടിലും കിടക്കുന്ന മനുഷ്യരെ കുറിച്ച് ആലോചിക്കാനാണ് പറഞ്ഞത്. യേശുക്രിസ്തു ഇതൊക്കെ തന്നെയാണ് ഇവരോട് പറഞ്ഞത്. ഇവരതൊക്കെ അനുസരിക്കാനാണ് പെരുന്നാളും വെടിക്കെട്ടും നടക്കുന്നത്. അത് പാടില്ല എന്ന് ഒരു മനുഷ്യനെങ്കിലും പറയാൻ തയ്യാറായിരുന്നു. അത് പറയാനുള്ള ആർജവമാണ് ഉണ്ടാവുന്നത്. നിങ്ങൾ ഈ ആഡംബരം കാണിച്ചിട്ടല്ല ദൈവത്തെ നിങ്ങൾ പ്രസാദിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലുള്ള ആഘോഷങ്ങൾ നടത്തിയല്ല. നിങ്ങൾ ഒരേ സമയം തന്നെ പറയുന്നത് എവിടെയാണ്? പുൽക്കൂട്ടിൽ ജനിച്ച യേശുവിനെ കുറിച്ച് പറയുകയും നിങ്ങൾ ആഡംബര വീടുകളിൽ താമസിച്ചുകൊണ്ട് സുവിശേഷം പറയുന്നതിന് അർത്ഥമില്ലല്ലോ. അതിൻ്റെ ഒരു ഇപ്പോൾ ഈ കാതോലിക്ക ബാബ കാണിച്ച അസാമാന്യമായ ഒരു ധൈര്യമാണ്. ഇത് പെരുന്നാളുകൾ വേണ്ട. ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെ എതിർപ്പുകൾ അവരുടെ സമയം തന്നെ ഉണ്ടായേക്കാം. ഇപ്പം സഭയുടെ മേലധികാരിയാണെങ്കിലും അതൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു ആൾക്കാരുണ്ട്. ഇതൊരു അനിവാര്യമായ കാര്യമാണെന്ന് വിചാരിക്കുന്ന ഒരു പങ്ക് ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഉത്സവങ്ങൾക്ക് ഇതേപോലുള്ള ആഘോഷങ്ങൾ ഈ ആഡംബരങ്ങൾ നടത്തുകയും ഈ വെടിക്കെട്ട് നടത്തുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ കരക്കാർ തമ്മിൽ തിരിഞ്ഞു നിന്നതുകൊണ്ടാണല്ലോ, അവരുടെ പ്രൗഢിയും പ്രതാപവും കാണിക്കുന്നതിന് വേണ്ടിയാണല്ലോ ആഡംബരം എല്ലാം കാണിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മാറ്റിവെച്ചിട്ട് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി നിൽക്കണമെന്ന് ഒരാൾ പറയുന്ന ആഹ്വാനം, അത് കേൾക്കാൻ, അതേക്കുറിച്ച് ചിന്തിക്കാൻ, ഒരു നിമിഷമെങ്കിലും അതേക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറാവണ്ടേ? അതിനകത്ത് അപകടകരമായ കാര്യമൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ട വെടിക്കെട്ട് നടത്തിയിട്ടല്ല എന്ന് പറയുന്നതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് പച്ചമലയാളത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് കേൾക്കാനുള്ള മനസ്സാണ്, അതിനെ ഏറ്റെടുക്കാനുള്ള മനസ്സാണ് രാഷ്ട്രീയക്കാരും ഭരണ നേതൃത്വവും മറ്റ് മതവിഭാഗങ്ങളും പെട്ടവർ കാണിക്കേണ്ടത്. ഇത് നമ്മളെ കൂടെ ബാധിക്കുന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശക്തിയും ശേഷിയുമാണ് ജനങ്ങൾ കാണിക്കേണ്ടത്.